അവസാനിപ്പിക്കുക. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. बोलो भारत माता की जय, बोलो भारत माता की जय. ജനതാ പാർട്ടി ആലുവ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ നിരന്തരമായിട്ടുള്ള സമരങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെയർമാനും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും അകത്തും പുറത്തും അതേപോലെ തന്നെ പാർട്ടി പുറത്തുമൊക്കെ വലിയ സമരങ്ങൾ, നിരന്തരമായുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് നിങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നടത്തുന്ന സമരം, ആ സമരം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അഴിമതിയാണ് ഈ മുനിസിപ്പൽ ഭരണ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരം, അനീതിക്കെതിരെയുള്ള സമരം, ഈ ഭരണസമിതിയുടെ ഇവിടുത്തെ വലിയ കുംഭകോണത്തിനെതിരെയുള്ള സമരം, അങ്ങനെ സർവത്ര അഴിമതിക്കെതിരെയുള്ള ഈ സമര പോരാട്ടങ്ങൾ അത് ജനങ്ങൾക്ക് വേണ്ടി. കാരണം ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ ജനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഈ ആലുവ മുനിസിപ്പാലിറ്റി വികസനങ്ങൾ സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എന്നാൽ വികസനത്തിന്റെ മറവിൽ 100 വർഷം പിന്നിടുന്ന നമ്മുടെ ഈ നഗരസഭ, 100 വർഷം പിന്നിടുന്ന നമ്മുടെ നഗരസഭ, ആ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മുനിസിപ്പൽ ചെയർമാൻ ഇരുന്നത് ഞാനാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ കാലം മുനിസിപ്പൽ കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാതൊരുവിധ ചുക്കനും ചുണ്ണാമ്പലും കൊള്ളാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാന്റെ പറമ്പിൽ അവകാശവാദം ഉന്നയിക്കുന്ന പോഴന്മാരായി നമ്മുടെ മുനിസിപ്പൽ ഭരണസമിതി മാറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മാർക്കറ്റിലെ ആ അടിപ്പാതയുടെ വിഷയം ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നിരന്തരമായ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആലുവ മുനിസിപ്പൽ പാർക്ക് കുട്ടികൾക്ക് കളിക്കുവാനും ഉല്ലസിക്കുവാനും വേണ്ടിയിട്ടുള്ള ആ പാർക്ക് സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടു കൂടി ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഇന്ന് ആ പാർക്കിന്റെ അവസ്ഥ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അവിടുത്തെ റൈഡുകള്, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ഒരു മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്ത തരത്തിലേക്ക് ഇത് ആ മുനിസിപ്പൽ പാർക്ക് മാറി എന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ ആലുവ നഗരസഭയില് 100 വർഷം പിന്നിടുന്നതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ മറവില് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ തൊട്ടുമുന്നില് ഈ മുനിസിപ്പൽ ഓഫീസിന്റെ തൊട്ടുമുന്നില് പണിതിട്ടുള്ള ജലധാരയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഈ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒളിച്ചോടുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്ക് ഒത്താശ ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷമുണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷം. അങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഭരണം നടത്തി ഒരുമിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഭരണസമിതിക്കും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന CPM എന്ന് പറയുന്ന CPM കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടക്കുന്ന ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ INDA മുന്നണിയുടെ മറ്റൊരു പതിപ്പ് ഈ മുനിസിപ്പാലിറ്റിയിൽ അരങ്ങേറുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തേണ്ടത് ദേശീയതയുടെ കാവലാളുകളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്കും ഇവിടുത്തെ പ്രവർത്തകർക്കുമാണ്. അത്തരം പ്രവർത്തകർ ഞങ്ങൾ ഇനിയും സമരം നടത്തും. കാരണം ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ രാജിവെച്ചേ ഞങ്ങൾ അടങ്ങൂ. കാരണം ഏറ്റവും കൂടുതൽ അഴിമതിക്ക് കളമൊരുക്കുന്നത് ഈ മുനിസിപ്പൽ ചെയർമാനാണ്. അതുകൊണ്ട് ഈ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലൂടെയും വരുന്ന സമരങ്ങളിലൂടെയും ഇന്നലെ നടന്നിട്ടുള്ള സമരങ്ങളും നാളെ നടക്കാനിരിക്കുന്ന സമരങ്ങളും ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ കാപട്യങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ തുറന്നു കാണിക്കും. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ള സമര പോരാട്ടങ്ങളിൽ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രദീപ് പെരുമ്പടന, കൗൺസിലർമാർ ശ്രീകാന്ത്, ശ്രീലത രാധാകൃഷ്ണൻ, ഇന്ദിരാദേവി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ ഇല്യാസ് അലി, മുൻ പ്രസിഡന്റ് സതീഷ് കുമാർ, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രത്നകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമണൻ ചേലാക്കുന്ന്, മുനിസിപ്പൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ, പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ BJP പ്രവർത്തകർക്കും നമസ്കാരം. ഇന്ന് BJP ശക്തമായൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കാരണം പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ
ആണ് ഇന്ന് നമ്മളുടെ ഈ പ്രതിഷേധത്തിന് ആധാരം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വിശദമായിട്ട് ഇനി സംസാരിക്കുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീകാന്ത് പറയും. എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ കൗൺസിലിൽ 2020 കൗൺസിൽ ഈ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം പല തീരുമാനങ്ങളും മുൻകൂർ അനുമതി എന്നുള്ള പേരിൽ ഇവിടെ ഏകാധിപത്യപരമായിട്ട് നടപ്പിലാക്കുകയാണ്. പല കാര്യങ്ങളും നിയമപരമല്ലാതെ നടപ്പിലാക്കുകയാണ് ആലുവ നഗരസഭയിൽ. ഇത്തരത്തിലുള്ള ചെയർമാന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത്. ആ ഏകാധിപത്യ പ്രവണതയുടെ മറ്റൊരു മകുടോദ്ധാരണമായിട്ട് ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആലുവയിലെ പ്രാദേശിക മാധ്യമങ്ങളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പേൻ പാർക്ക്. ആലുവ മേൽപ്പാലത്തിന് താഴെ നടക്കുന്ന പേൻ പാർക്കായിട്ട് ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പേൻ പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നടക്കുന്നതിന് ആ ഒരു നാൾവഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പേൻ പാർക്കിന് അനുമതി കൊടുക്കുന്നത് 2-3 കൊല്ലം മുമ്പാണ് ഇതിന് കരാർ വെക്കുന്നത്. അന്ന് ഈ വിവരങ്ങൾ കൗൺസിലിൽ വിശദമായി നമ്മളുടെ കൗൺസിലർമാർ ചോദിച്ചിരുന്നതാണ്. അന്ന് ചോദിച്ച സമയത്ത് ഇതിനു വേണ്ടിയുള്ള എല്ലാ അനുമതികളും ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് കൗൺസിലിൽ വരെ പറഞ്ഞിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതികൾ നടക്കുന്നുണ്ട്. അതായത് ഈ കരാർ കിട്ടി, ആ കരാറുകാരൻ ഒരു കരാർ എടുത്തു. ആ കരാർ എടുത്തതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ അനധികൃത കച്ചവടങ്ങൾ ആരംഭിച്ചു. തട്ടുകടകൾ, ഹോട്ടലുകൾ, ലോട്ടറി കടകൾ, അങ്ങനെ നിരവധി അനധികൃത കച്ചവടങ്ങളാണ് അവിടെ ആരംഭിച്ചത്. പക്ഷേ ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അനധികൃത കച്ചവടങ്ങളാണ് അവിടെ വന്നതെങ്കിലും കരാറുകാരൻ ഇന്നേ വരെ ഒരു പരാതിയും നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിനാണ് അതിന്റെ ബെനിഫിറ്റ് വരുന്നത്. അതായത് മറുവാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് രൂപ ദിവസ വാടകയ്ക്ക് അവിടെ നിന്ന് മേടിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷം നമ്മളുടെ കൗൺസിലർമാർ അവിടെ ഇത്രമാത്രം അനധികൃത കച്ചവടങ്ങൾ നടക്കുന്നു, അവിടെ ദേശീയപാതയിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവിടെ അവതരിപ്പിച്ചിട്ടും പരാതികൾ നഗരസഭയിൽ കൊടുത്തിട്ടും പ്രത്യേകിച്ച് ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ പടിഞ്ഞാറേ ഓഫീസിൽ നിന്ന് നിരവധി റിപ്പോർട്ടുകൾ ഇതിനെതിരായി ഈ പ്രധാന ഓഫീസിലേക്ക് എത്തിയിട്ടും ഒരു നടപടി ഉണ്ടായതായിട്ട് അറിവില്ല. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? കൃത്യമായിട്ട് ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഈ നടപടികൾ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാവാണ്ട് വരികയും പിന്നീട് നമ്മൾ അത് ദേശീയപാത അതോറിറ്റിയിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റി ഓഗസ്റ്റ് ആദ്യ മാസം ഇവിടെ നഗരസഭയ്ക്ക് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ നോട്ടീസ് കൊടുത്ത് ഇത്രയും ദിവസമായിട്ടും ഈ അനധികൃത കച്ചവടങ്ങൾ ഒന്നും തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഒഴിപ്പിക്കുന്നില്ല? വീണ്ടും പഴയതുപോലെ തന്നെ ഒരു മെല്ലപ്പോക്ക് നയം. ഇതിനെതിരെയാണ് BJP ഇന്ന് ശക്തമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2023 നവംബറിൽ ഈ ദേശീയപാത അതോറിറ്റി തന്നെ ഇവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നോട്ടീസ് നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും 2024 കരാർ കൊടുക്കുകയാണ് ഉണ്ടായേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമായെന്ന് കൃത്യമായിട്ട് ഇതിനകത്തുള്ള സാമ്പത്തിക നേട്ടവും അഴിമതിയും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവിധ നോട്ടീസുകളും മുന്നറിയിപ്പുകളും അനുവാദങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള കത്തുകളും മറച്ചു പിടിച്ചുകൊണ്ട് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഈ കരാറുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന നിലവിൽ ഒരു സാധുവല്ലാത്ത ഈ കരാർ ഇമീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ റദ്ദാക്കുകയും ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയും അവിടുത്തെ ദേശീയപാതയിലെ യാത്ര സുഗമമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് BJPക്ക് ഇവിടെ പറയാനുള്ളത്. മാത്രമല്ല ഇത്രമാത്രം അഴിമതി ഇതിപ്പം ഒരു മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണ്, അറ്റം മാത്രമാണ്. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആലുവ നഗരസഭയിൽ നടക്കുന്നത് അടിമുടി അഴിമതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ അടുത്തിടയ്ക്ക് നമ്മൾ സമരം ചെയ്ത വിഷയം ഓപ്പൺ എയർ സ്റ്റേജ് എന്ന പേരിൽ ഒരു അനുമതികളും ഇല്ലാതെ അവിടെ അത് നിർമ്മിക്കാൻ പോയി. അത് BJP മുന്നിൽ കൊണ്ടുവന്നപ്പോഴാണ് അത് ജനം പുറത്ത് മനസ്സിലാക്കുന്നത്. ഇതേപോലെ നിരവധി അഴിമതികളാണ് ആലുവ നഗരസഭയിൽ നടക്കുന്നതെന്നും BJP ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ആ പ്രതിഷേധങ്ങൾ ഇന്ന് ഈ ഒരു സമരം കൊണ്ട് അവസാനിക്കില്ല. നാളെ ആലുവ നഗരത്തിലെ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ധർണകളും മറ്റ് പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപരോധ സമരങ്ങൾ അടക്കം ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നും മാത്രമല്ല ഇത് വെറും സമരമുറകൾ കൊണ്ട് അവസാനിക്കില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ നിയമ നടപടിയുമായിട്ട് BJP മുന്നോട്ട് പോകുമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒഴിപ്പിക്കണമെന്ന് ശക്തമായ ആവശ്യവും ഉന്നയിക്കുന്നു. മാത്രമല്ല അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഇന്ന് സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ആലുവ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം അരങ്ങേറുകയാണ്. ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിഷയങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. ഒന്ന്, ചെയർമാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൗൺസിലുകളിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവണത. കൗൺസിലിനെ പല കാര്യങ്ങളും കൃത്യമായി അറിയിക്കുന്നില്ല, തീരുമാനങ്ങൾ ഏകാധിപത്യപരമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ആലുവ നഗരസഭയിൽ
മേൽപ്പാലത്തിന് താഴെ പേൻ പാർക്ക്, അത് അനധികൃതമായി നടക്കുന്ന പേൻ പാർക്ക് നഗരസഭ ഒഴിപ്പിക്കാത്തതിനെതിരെയും നഗരസഭയ്ക്ക് അനുവാദമില്ലാത്ത സ്ഥലത്ത് പേൻ പാർക്ക് നടത്തുന്നതിനെതിരെയും അത് നോട്ടീസ് ലഭിച്ചിട്ടും അത് ഒഴിപ്പിക്കാത്തതിനെതിരെയുമായിട്ടുള്ള പ്രത്യക്ഷ സമരത്തിലേക്കാണ് BJP ഇന്ന് പോകുന്നത്. ഈ സമരങ്ങൾക്ക് ശേഷം പിന്നീട് കൂടുതൽ ശക്തമായ സമരങ്ങളും ധർണകളും അതേപോലുള്ള പരിപാടികളും ഭാവിയിലുണ്ടാകുമെന്നും ഇതിനെതിരെ നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമെന്നും BJP മുന്നോട്ട് പോകുമെന്നും മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മളിന്ന് ഇവിടുത്തെ മെയിൻ സമരം എന്ന് ഉദ്ദേശിക്കുന്നത് ചെയർമാൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും കൗൺസിലിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും. കാരണം നമ്മൾ കൗൺസിലറുടെ അധികാരം എന്ന നിലയ്ക്ക് നമ്മൾ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ കൗൺസിൽ, അതായത് കൗൺസിലിന് 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകി തന്നെ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ ചെയർമാൻ കൗൺസിലിന് എടുക്കാൻ പറ്റുകയില്ല എന്നും അതിന് മറുപടി തരാൻ പറ്റില്ല എന്നുമാണ് ചെയർമാൻ്റെ മറുപടി ഉണ്ടായത്. അതായത് 26 കൗൺസിലർമാരും ചോദ്യങ്ങൾ ചോദിച്ചാൽ ചെയർമാൻ എന്ത് ചെയ്യുമെന്നുള്ള തികച്ചും ബാലിശമായ കാരണങ്ങൾ ഉൾപ്പെടെയാണ് ചെയർമാൻ ഇതിനെതിരെ പറയുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്, ഒന്ന്, മാർക്കറ്റിൽ നിന്നും പിരിച്ച 80 ലക്ഷം രൂപ എന്ത് ചെയ്തു, കടക്കാരകളിൽ നിന്ന്, അതായത് 10 വർഷം മുമ്പ് പിരിച്ച ഈ പൈസ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് അതിന് പോലും മറുപടി പറയാൻ ചെയർമാൻ തയ്യാറല്ല. കാരണം അതിന് മറുപടി പറയാൻ ചെയർമാൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് മറുപടി പറയാൻ ചെയർമാൻ തയ്യാറാവുന്നത്. അതുകൂടാതെ ഇവിടെ ബയോബിൻ കൊടുത്തു, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണ്. ആ ബയോബിൻ കൊടുക്കുമ്പോൾ അതിന് തുടർച്ചയായി അതിനുണ്ടാകുന്ന വളം മുനിസിപ്പാലിറ്റി എടുക്കുമെന്നും മറ്റുള്ള ഫോളോ അപ്പ് ആക്ഷനുകൾ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് യാതൊരു നടപടികളും നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയില്ലാണ്ട്, അതായത് മാലിന്യം സംസ്കരിക്കാൻ ആൾക്കാർ പല വിധത്തിൽ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വളം മാറ്റാൻ ആൾക്കാർക്ക്, കാരണം നമ്മുടെ ആലുവ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എല്ലാം വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലുണ്ടാവുന്ന ഈ വളം അവർക്കത് ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ച് നമ്മളെ മുനിസിപ്പാലിറ്റി തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നടപടിയില്ല. അതേപോലെ നിരവധി കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം പ്രതിഷേധം പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, പേൻ പാർക്ക് അഴിമതി അന്വേഷിക്കുക, അഴിമതി നടത്തിയ ചെയർമാൻ രാജിവെക്കുക, അഴിമതി നടത്തിയ ചെയർമാൻ രാജിവെക്കുക, അഴിമതി നടത്തിയ ചെയർമാൻ രാജിവെക്കുക, അഴിമതി നടത്തിയ ചെയർമാൻ രാജിവെക്കുക, പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് BJP, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് കൗൺസിലിന് ഉത്തരം നൽകുക, കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ചെയർമാന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് BJP. बोलो भारत माता की ജയ്, बोलो भारत माता की ജയ്. എല്ലാവർക്കും നമസ്കാരം. ആലുവ മുനിസിപ്പാലിറ്റിയിൽ വികസനത്തിൻ്റെ പേരിൽ നമുക്കറിയാം, പേൻ പാർക്കാണെങ്കിലും മുനിസിപ്പൽ പാർക്കിൻ്റെ പേരിലായാലും ഇവിടെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ താമസിക്കുന്ന ഫൗണ്ടിൻ്റെ പേരിലായാലും എല്ലാത്തിൻ്റെ പേരിലും വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തും അഴിമതിയും ഈ പത്രദ്വാരയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ കാര്യത്തിൽ BJPയുടെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധം, അതിനെ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ടും നേരിട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് ഈ മുനിസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമാണ്. അങ്ങനെ ഒട്ടനവധി അഴിമതികളാണ് ഈ ആലുവ മുനിസിപ്പാലിറ്റിയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റാണിശ്ശേരി റോഡരികിലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ റോഡിന് നടക്കാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള ബിൽഡിംഗ് നിർമ്മാണങ്ങൾ, അനധികൃതമായിട്ടുള്ള മറ്റ് കെട്ടിടങ്ങൾ, ഫ്ലാറ്റ് നിർമ്മാണങ്ങൾ, ഇതൊക്കെ ഈ ആലുവ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുക.
ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴുള്ള ചെയർമാൻ എം.ഒ. ജോൺ, എൻ്റെ ഓർമ്മ ഒന്ന് വയ്ക്കുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇവിടെ ചെയർമാനായിട്ട് അദ്ദേഹം ഇരുന്നത്. ഈ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഇതുവരെയും ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ മാർക്കറ്റ് നോക്കിയാലും ഇവിടുത്തെ ടൗൺ ഹാളും പ്രിയദർശിനി ഹാളൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഈ കിട്ടുന്ന പണം എല്ലാം ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങൾ ഇവിടെ കൂടുതലും നടക്കുന്നത്. അതുകൊണ്ട് BJPക്ക് ഇതിനെ എതിർക്കാനുള്ള, BJP എന്ന പാർട്ടിക്ക് മാത്രമേ ശക്തമായിട്ട് ഇതിനെ എതിർക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് വിജയം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇത് തുടർച്ചയായിട്ട് ഈ സമരത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ ചെയർമാൻ നമ്മുടെ ഇന്നിപ്പോ ഇവിടുന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ചെയർമാന്റെ ചോദ്യം. നമുക്ക് വേറെ അപ്പൊ നമ്മുടെ മറുപടി തന്നെയാണ്, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പണി ഉണ്ടായാലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, ചെയർമാന്റെ അഴിമതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.